ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സകലമാനം വിമത വൈദികരുടെയും അവരുടെ ചെങ്കടികളുടെയും മുഖമടച്ച് അടികൊടുത്ത ദിവസമായിരുന്നു ഇന്നലെ. അതും 4 പ്രാവശ്യം വിമത വൈദികരോട് സഭയെ അനുസരിക്കൂ, മെത്രാൻ സിനഡിന്റെ തീരുമാനം അനുസരിച്ച് ഏകീകൃത കുർബാന ചൊല്ലൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് ആ വിമതരുടെ മുഖമടച്ച് അടികൊടുത്തത്. തൻ്റെ കബറിടത്തിൽ നിന്ന് ഇതിന് അദ്ദേഹം തുനിഞ്ഞു. ദൈവം അദ്ദേഹത്തെ അതിന് ഉപകരണമാക്കി. എങ്ങനെയായിരുന്നു ഈ മുഖമടച്ച് അടി? അങ്ങനെ ഞാൻ പറയുന്നതിന് കാരണമെന്ത്? ആദ്യമേ ഞാൻ പറയട്ടെ, വളരെ ആനന്ദത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്ത 2 കാര്യങ്ങളും, രക്തപ്രതിജ്ഞയും വിമോചന പ്രഖ്യാപനവും നിവൃത്തിയാക്കാൻ, അതും ഞാൻ വിചാരിച്ചതിലേറെ, ഒരുപക്ഷെ നിങ്ങളും വിചാരിച്ചതിലേറെ ഇരട്ടിയായി ഭംഗിയായി നിറവേറ്റുവാൻ ദൈവം കനിഞ്ഞനുഗ്രഹിച്ചു. അതോർത്തിട്ടാണ് ആദ്യത്തെ ആനന്ദം. പിന്നെ എൻ്റെ കൂടെ സഭയോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് നിങ്ങളെ ഓർത്തു. ഇന്നലെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കബറടക്കിയ മേരി മയോറെ എന്ന ബസിലിക്കയിൽ ഇന്ന് അഭൂതപൂർവമായ തിരക്കായിരുന്നു. മാർപ്പാപ്പയുടെ കുഴിമാടം സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള വലിയ നീണ്ട നിര. ഇന്ന് മുൻപത്തെ ഒരു പരിപാടി അനുസരിച്ച് ഇന്ന് അവിടെ ഈ മേരി മയോറെ ബസിലിക്ക, അതായത് 4 വലിയ ബസിലിക്കകളാണ് വത്തിക്കാനിലുള്ളത്. സെന്റ് പീറ്റേഴ്സ്, സെന്റ് പോൾസ്, പിന്നെ മാർപ്പാപ്പയുടെ കത്തീഡ്രൽ ദേവാലയമായ സെന്റ് ജോൺ ലാറ്ററൻ, പിന്നെ മേരി മയോറെ. ഈ 4 ബസിലിക്കകളിലും ഒരു കവാടമുണ്ട്, വിശുദ്ധ കവാടം. ആ കവാടത്തിലൂടെ ഈ ജൂബിലി മത്സരത്തിൽ ചില കണ്ടീഷനൊക്കെ നിറവേറ്റിക്കൊണ്ട് പ്രവേശിച്ചാൽ, ഒരു പ്രാവശ്യം പ്രവേശിച്ചാൽ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം പ്രവേശിച്ചാൽ 2 ദണ്ഡവിമോചനം കിട്ടില്ല, ഒരെണ്ണം. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഈ അങ്ങനെയുള്ള ബസിലിക്കയാണ് റോമായിലെ ഏറ്റവും വലിയ 4 ബസിലിക്കകളിലൊന്ന്. അവിടെ കുർബാന അർപ്പിക്കാനായിട്ട് മുൻപ് നമ്മൾ ചോദിച്ചതനുസരിച്ച് 4 മണിക്കാണ് അനുവാദം തന്നിരുന്നത്. പക്ഷെ മാർപ്പാപ്പ മരിക്കുകയും അവിടെ തലേ ദിവസം 26-ാം തീയതി അവിടെ കബറടക്കം ചെയ്തതുകൊണ്ട് ഈ 4 മണിക്കുള്ള കുർബാനയ്ക്ക് അനുവാദം കിട്ടുമോ, അത് ക്യാൻസൽ ചെയ്യുമോ എന്നുള്ള ഒരു ശങ്കയുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 9:30 വരെയും ക്യാൻസൽ ചെയ്യുമെന്ന് നമ്മൾ അറിയിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ കുർബാന ചൊല്ലാൻ പറ്റുമോ, ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുമോ, മാർപ്പാപ്പയുടെ കബറിടത്തിൽ പോകാൻ പറ്റുമോ എന്നുള്ള ശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വേറൊരു ഗ്രൂപ്പ്, പോളണ്ടിൽ നിന്നുള്ള 50 പേര് കൂടിയാണ് ഞാൻ അവിടെ പോയത്. എൻ്റെ കൂടെ മറ്റൊരു അച്ഛനുണ്ട്. ആ അച്ഛനാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ഞാൻ അതിന് ധ്യാനം പ്രസംഗിക്കുകയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ബൈബിളായിട്ടോ അല്ലെങ്കിൽ മറ്റ് സംഗതികളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രസംഗമാണ് എനിക്ക് മുഖ്യമായിട്ടുള്ളത്. കുർബാനയിൽ പങ്കെടുക്കുക, കുർബാന അർപ്പിക്കുക, പ്രസംഗമാണ്, കോൺഫറൻസുകളാണ്. അത് ബസ്സിൽ വെച്ചും കോൺഫറൻസ്. പോളണ്ടിൽ നിന്ന് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്, 50 പേര്. പാതവായിൽ പോയി. അതിനു മുമ്പ് ഓസ്ട്രിയയിൽ മരിയാസാൽ എന്ന് പറഞ്ഞ പഴയ 8-ാം നൂറ്റാണ്ടിലൊരു പള്ളിയുണ്ട്, അവിടെ കുർബാന അർപ്പിച്ചു. അങ്ങനെ പല കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വത്തിക്കാനിൽ എത്തിയത്. അങ്ങനെ അപ്പോൾ ഇവിടെ കുർബാന അർപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യം അറിയില്ലായിരുന്നു. മറ്റൊരു ഗ്രൂപ്പ് പോളണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് ഒറ്റ ഗണമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അനുവദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അനുവദിച്ചു. മാർപ്പാപ്പയുടെ കബറിടത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു കപ്പേളയിൽ അവിടെ കുർബാന അർപ്പിച്ചു. അത് ഞങ്ങൾ 3 അച്ഛന്മാർ, 2 പോളിഷ് അച്ഛന്മാരും 1 ഞാനും ആ കുർബാന അർപ്പിച്ചു. കുർബാന അർപ്പിക്കാൻ സാധിച്ചു. അതും മാർപ്പാപ്പയുടെ കുഴിമാടത്തെങ്കിൽ നിന്ന് കുറച്ച് ഇപ്പുറത്ത്, അതായത് ആ പള്ളിക്കകത്ത്, മേരി മയോറെ ബസിലിക്കകത്ത് വിവിധ കപ്പേളകളുണ്ട് കുർബാന അർപ്പിക്കാൻ ഉള്ള. ഈ ബസിലിക്കയ്ക്ക് തുറന്നിരിക്കുന്ന കപ്പേളകൾ, അവിടെ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടി കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞു. അതാണ് ഒന്നാമത്തെ സന്തോഷത്തിൻ്റെ കാര്യം.
അപ്പോഴേക്കും ഈ പള്ളി നിറയെ ആളുകളാണ്. കർദിനാൾമാർ അവിടെ റംഷാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പള്ളി നിറയെ ആളുകളുണ്ട്. പിന്നെ പള്ളിയുടെ ഒരു വശത്തു കൂടി ആണ് ഈ കുഴിമാടം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് പോകാനുള്ള ആളുകൾക്കൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ചില വീഡിയോസ് ഞാൻ യൂട്യൂബിലും ചിലതെല്ലാം ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കണ്ട് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ ആ കാഴ്ച നന്നാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കുർബാന എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നതാണ്. നാളെ അവിടെ ചെല്ലുമ്പോൾ ഇല്ലേ കുർബാന അർപ്പിക്കാൻ, അതിപ്പോൾ അവിടെ സ്ഥിരം കുർബാന നടക്കുന്നതല്ല, അതിൽ പങ്കെടുക്കാൻ ആർക്കാ പറ്റാത്ത, അച്ഛന് വേണ്ടി പ്രത്യേകിച്ചൊന്നും അല്ല ഒരുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കളിയാക്കിയിരുന്നു. 2, അവിടെ ചെന്നിട്ട് സിനഡ് കുർബാനയാണോ ചൊല്ലണേ അതോ ജനാഭിമുഖ കുർബാനയാണോ എന്നൊക്കെ കളിയാക്കിയിരുന്നു. ഈ കുർബാന ഞങ്ങൾ 3 പേരും കുർബാന അർപ്പിച്ചത് നമ്മുടെ നാട്ടിൽ പറയുന്ന ഏകീകൃത കുർബാന എന്ന് പറയുന്ന വചന ശുശ്രൂഷ ജനാഭിമുഖമായിട്ടും അനാഫറ ദൈവോന്മുഖമായിട്ടുമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത് വിമതരുടെ മുഖമടച്ചുള്ള ഒരു അടി എന്ന് ഞാൻ പറയുന്നത്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് ഞാൻ മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു. കുർബാനയ്ക്ക് മുമ്പ്, കുർബാന കഴിഞ്ഞ് ഞാൻ പോയിരുന്നു 2 പ്രാവശ്യം. അതേക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഒരു വലിയ അനുഗ്രഹം, നിങ്ങൾ നിങ്ങളുടെ സഭയുടെ രീതി അനുസരിച്ച് കുർബാന അർപ്പിക്കുമെന്ന് 4 പ്രാവശ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ട് വിമതരോട് പറഞ്ഞിട്ട് അവർ അനുസരിച്ചില്ല. ഞാൻ അദ്ദേഹം മരിച്ചു കിടക്കുന്ന ആ കബറടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്ന ആ പള്ളി ചെന്നപ്പോൾ അവിടെ ഏകീകൃത കുർബാന ചൊല്ലാനാണ് മാർപ്പാപ്പ എനിക്ക് അനുവാദം തന്നത്. ദൈവം എനിക്ക് കനിഞ്ഞ അനുഗ്രഹം നൽകിയത്. അതിന്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഞങ്ങൾക്ക് മാർപ്പാപ്പയുടെ കുർബാന മതി എന്ന് പറഞ്ഞ് എറണാകുളത്ത് വിമതര് കുറെ ചിങ്കിടികളെ ഇറക്കിയിട്ടുണ്ട്. എന്തെങ്കിലും വിവരം അവർക്ക് സഭയെക്കുറിച്ചുണ്ടോ? പാശ്ചാത്യ സഭ, പൗരത്വ സഭയിൽ സീറോ മലബാർ സഭ ഇതിന്റെ കുർബാന രീതി ആരാണ് നിശ്ചയിക്കണേ, എങ്ങനെയാണ്? ഈ വക യാതൊരു കാര്യങ്ങളും അറിയാതെ പൊട്ടക്കുളത്തിലെ തവളകളെ പോലെ വെറുതെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിമത വൈദികരും അതെ, അവരുടെ അൽമായ മുന്നേറ്റക്കാരും അതെ. അവർക്ക് യാതൊരു വിവരവുമില്ല, ലോകവിവരവുമില്ല, യാതൊന്നുമില്ല. ഈ പള്ളികളിലൊക്കെ നിങ്ങൾ ബസിലിക്കലൊക്കെ പോയി നോക്കിയുള്ളൂ. പാർശ്വങ്ങളിലെ പള്ളികളൊക്കെ അവിടേക്ക് ഇങ്ങനെ കുർബാനകൾ നടന്നുകൊണ്ടിരിക്കും. ആ കുർബാനകളൊക്കെ ദൈവോന്മുഖമാണ്. ഈ വചന ശുശ്രൂഷ ജനാഭിമുഖവും അനാഫ്ര ദൈവോന്മുഖവുമാണ്. ഞാനും എൻ്റെ കൂടെയുള്ള ലത്തീൻ അച്ഛന്മാരാണ് അവര്. ലത്തീൻ കുർബാനയാണ് അർപ്പിച്ചത്. ഇനി അതും കൂടിയേ പറയട്ടെ. അച്ഛൻ ഏത് കുർബാന അർപ്പിക്കണം? ഇരിങ്ങാലക്കുടക്ക് തിരിച്ചു വായു, എറണാകുളത്തേക്ക് വായു. ഈ പൗരത്വ സഭയിലായിരുന്നുകൊണ്ട് പാശ്ചാത്യ കുർബാന അർപ്പിക്കുകയും പാശ്ചാത്യ സഭയിലായിരിക്കുമ്പോൾ പൗരത്വ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്ന വിമതരുടെ മറ്റേ പണി ഞങ്ങൾ പഠിച്ചിട്ടില്ല. കത്തോലിക്ക വൈദികർ പഠിച്ചിട്ടില്ല. ലത്തീൻ സഭയിലായിരിക്കുമ്പോൾ ലത്തീൻ സഭയിലെ പോലെ ചെയ്യണം. സീറോ മലബാർ സഭയിലോ പൗരത്വ സഭയിലായിരിക്കുമ്പോൾ അതിൽ പറഞ്ഞ പോലെ ചെയ്യണം. പൗരത്വ സഭയിലായിരുന്നുകൊണ്ട് പാശ്ചാത്യ സഭയിലെ പോലെയും പാശ്ചാത്യ സഭയിൽ ചെല്ലുമ്പോൾ പൗരത്വ സഭയെ പോലെയും ചെയ്യണമെന്ന് വാദിക്കുന്ന ഈ ശിഖണ്ഡികളുടെ സ്വഭാവം വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കേ ഉള്ളൂ. മാണിപ്പറമ്പലച്ചനോ സഭയെ സ്നേഹിക്കുന്ന മറ്റാർക്കും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ലത്തീൻ വൈദികരും ഞാനും ലത്തീൻ കുർബാന അർപ്പിച്ചത്. പക്ഷേ അത് ഈ ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ ദൈവോന്മുഖ കുർബാന ആദ്യ ഓറിയന്തം കുർബാനയായിരുന്നു. അതാണ് ഈ സന്തോഷത്തിന്റെ 2ാമത്തെ കാരണം. അത് കർത്താവ് എനിക്ക് നൽകിയൊരു അനുഗ്രഹം. ഞാൻ വിചാരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മധ്യസ്ഥം കൊണ്ട് തന്നെ നൽകിയതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹമാണ് മറ്റൊരു മാർപ്പാപ്പയും ചെയ്യാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തു. 4 പ്രാവശ്യം നമ്മുടെ മെത്രാന്മാരോടും നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരോടും ഒക്കെ 4 പ്രാവശ്യം മാർപ്പാപ്പ നിങ്ങളുടെ മെത്രാന്മാര് തീരുമാനിച്ച കുർബാന ചൊല്ലൂ എന്ന് പറഞ്ഞു. 4 പ്രാവശ്യം ആവശ്യപ്പെട്ടു, സ്നേഹബുദ്ധി ആവശ്യപ്പെട്ടു. എന്നിട്ട് മനസ്സരിക്കാതിരിക്കുന്ന അവരുടെ മുഖത്തൊരടി കൊടുക്കാൻ കർത്താവ് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ എനിക്ക് നൽകിയ ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. 3ാമതായി, നല്ല മഴയായിരുന്നു ഉച്ച കഴിഞ്ഞു. അതിൻ്റെ ചെറിയൊരു കോൾഡ് ഉണ്ട്. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ മഴ പെയ്തു. നാളെ നല്ല മഴയാണെന്ന് പറയണു. എന്നാലും സെൻറ്റ് പീറ്റേഴ്സിലും സെൻറ്റ് പോൾസിലെല്ലാം ബസിലിക്കകൾ പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ 89 ഡിസംബർ 28 എനിക്ക് പട്ടം കിട്ടിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കുർബാന അർപ്പിച്ച ഒരു കുർബാനയിൽ ഞാൻ സാദൃശ്യങ്ങളല്ലാതെ കുർബാന കൊടുത്തിട്ടില്ല. തിരുടത്തും തിരിച്ചറിയും ഒരുമിച്ച് കൊടുക്കും. എൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ എന്നെ അറിയുന്ന വൈദികരാണ് കുർബാന അർപ്പിക്കുന്നതെങ്കിൽ സാദൃശ്യങ്ങളിലാണ് കുർബാന കൊടുക്കുക. ലത്തീൻകാരാണെങ്കിലും ഞാനുണ്ട് കുർബാനയ്ക്ക് ഉണ്ടെങ്കിൽ എന്നെ അറിയുന്ന വൈദികരാണ് കുർബാന ചൊല്ലുന്നതെങ്കിൽ സാദൃശ്യങ്ങളിലാണ് കുർബാന കൊടുക്കുക. അതാണ് ഏറ്റവും ആദർശപൂർണ്ണം. ലത്തീൻ സഭയിൽ അത് അത്ര പതിവുള്ളതല്ല. ലത്തീൻ സഭയിൽ പെസഹ കാലത്ത് മാത്രമാണ് സാദൃശ്യങ്ങളിലും കുർബാന കൊടുക്കുന്നത്.
അപ്പോൾ ഇവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ടും ഈ രണ്ട് അച്ഛന്മാർക്കും എന്നെ മുമ്പ് പരിചയമുള്ളവരാണ്. ഒരാളുടെ കൂടെയാണ് ഞാൻ വന്നത്, മറ്റേ അച്ഛൻ സങ്കീർത്തി വെച്ചാണ് പരിചയം എന്ന് വെച്ചാൽ സങ്കീർത്തി ചെന്നപ്പോൾ തന്നെ അച്ഛനെ മനസ്സിലായി. കാരണം അച്ഛൻ്റെ ഇടവകയിൽ ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ എൻ്റെ രീതികൾ അറിയാം. അതുകൊണ്ട് എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ ഇരു സാദൃശ്യങ്ങളിലാണ് ജനങ്ങൾക്ക് കുർബാന കൊടുത്തത്. ജനങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, മാണിപ്പറമ്പച്ചൻ കുർബാന അർപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇരു സാദൃശ്യങ്ങളും കുർബാന സ്വീകരിക്കാമായിരുന്നു എന്ന് പറയാറുണ്ട്. അത് അച്ഛന്മാർ കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ മേരി മയോര ബസിലിക്കയിൽ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് സവിശേഷമായിട്ടും ഇരു സാദൃശ്യങ്ങളിലാണ് ജനങ്ങൾക്ക് കുർബാന കൊടുത്തത്. ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ആ കുടിക്കുന്നത് അച്ഛൻ മാത്രം ചെയ്താൽ പോരല്ലോ, അത് ജനങ്ങൾക്ക് ഒരു അവകാശപ്പെട്ടതാണ് എന്നാണ് ഞാൻ പറയാറുള്ളതും പ്രസംഗിക്കാറുള്ളതും ചെയ്യാറുള്ളതും. അത് ഇവിടെയും സംഭവിച്ചെന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം, ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടത്തെങ്കിൽ പോകും. രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഒന്ന്, രക്തപ്രതിജ്ഞ, ബ്ലഡ് പ്ലഡ്ജ്, ബ്ലഡ് സ്വയറിംഗ് എന്ന് പറയാം. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ തനത് പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കാനും സംരക്ഷിക്കാനും പ്രാണൻ കൊടുത്തും ഞാൻ പോരാടും. അതാണ് രക്തപ്രതിജ്ഞ. എന്നോടൊപ്പം ഈ കുടുംബസ്ഥരായി കഴിയുന്ന അൽമായ വിശ്വാസികൾ, അച്ഛന്മാർ, അങ്ങനെ പലരുണ്ട്. അൽമായരാണെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ജോഷു പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബം കർത്താവിനോടൊപ്പം ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ സീറോ മലബാർ സഭ എന്ന സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കാനും സംരക്ഷിക്കാനും അതിന് കൂതാശ, ലിറ്റർജി, അതെല്ലാം വീണ്ടെടുക്കാനും സംരക്ഷിക്കാനും പ്രാണൻ കൊടുത്ത് ഞാൻ പോരാടും എന്നുള്ളതാണ് രക്തപ്രതിജ്ഞ. അതാണ് ഒന്നാമത്തത്. ഞാൻ കുർബാനയ്ക്ക് മുൻപ്, അതായത് മേരി മയോരെ ബസിലിക്കയിലെ കുർബാനയ്ക്ക് മുമ്പ് പോയി ഞാനത് രക്തപ്രതിജ്ഞ നടത്തി. കുർബാന കഴിഞ്ഞ് ഞാൻ വീണ്ടും ക്യൂ നിന്ന് ഈ മാർപ്പാപ്പയുടെ കബറടത്തെങ്കിൽ പോയി ഒരു വിമോചന പ്രഖ്യാപനം നടത്തി. എന്താണ് വിമോചന പ്രഖ്യാപനം? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 6 നൂറ്റാണ്ടോളമായി നടന്നുകൊണ്ടിരിക്കുന്ന പാഷാണ്ഡതയിൽ നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശീഷ്മയിൽ നിന്നും വിമോചനം കിട്ടുന്നതിന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. എൻ്റെ കൂടെ സഭയെ സ്നേഹിക്കുന്നവരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോഷു അല്ലെങ്കിൽ യേശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനോടൊപ്പം ആയിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും സഭയോടൊപ്പായിരിക്കും, സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ള ഒരു രക്തപ്രതിജ്ഞയും. രണ്ട്, ഈ ശീഷ്മയിൽ നിന്നും, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ശീഷ്മയിൽ നിന്നും അതിന് വിടുതൽ പ്രാപിക്കാനായിട്ട് ഒരു വിമോചന സമര പ്രഖ്യാപനം അത് നടത്തുമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഈ ആൽബം എന്ന് വെച്ചാൽ നമ്മൾ കൊത്തീനെയും ഊറാലൊക്കെ ഇട്ട് തന്നെയാണ് ഞാൻ പോയത്. കർദിനാൾമാർക്കും രോഗികൾക്കും മാത്രമാണ് അവിടെ നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ ആ കാവൽക്കാർ പറഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് 1 സെക്കൻഡ് വേണം. ആരെ ഒരു വിസമ്മതിച്ചെങ്കിലും 1 സെക്കൻഡ് എനിക്ക് അനുവദിച്ചു. അങ്ങനെ ഞാൻ കൈ നീട്ടി, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടത്തേക്ക് കൈ നീട്ടി രക്തപ്രതിജ്ഞയും പിന്നെ ഈ വിമോചന പ്രഖ്യാപനവും നടത്തി. അത് നടത്തുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. മരണം വരെയും, അതായത് പ്രാണൻ കൊടുത്തും നമ്മൾ ഈ കാര്യം ചെയ്തിരിക്കുമെന്നാണ്. ആ സമയത്ത് ഇങ്ങനെ ഞാൻ ഈ വിമോചന പ്രഖ്യാപനവും പിന്നെ തുടക്കത്തിൽ കുർബാനയ്ക്ക് മുമ്പ് രക്തപ്രതിജ്ഞ നടത്തിയപ്പോൾ 2 സമയത്തും എൻ്റെ മനസ്സിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മന്ത്രിക്കുന്നതായി എനിക്ക് തോന്നിയ സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വത്സരങ്ങളായി ഞാൻ നിങ്ങളെ അനുഗമിക്കുന്നു. ഐ ഫോളോ യു. സാർവത്രിക സഭയ്ക്ക് സന്തോഷവും അഭിമാനവും നൽകുന്ന പ്രിയപ്പെട്ട സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത വിശ്വാസവും പ്രേക്ഷിത പ്രതിബദ്ധതയും എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ദുഃഖപൂരിതമാണ്. വീഡിയോ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതാണ്. സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ഞാൻ പലതവണ നിങ്ങളോട് ആവശ്യപ്പെട്ടു. സമൂഹത്തിന്റെ മാതൃകളും കൂട്ടായ്മയുടെ യഥാർത്ഥ ഗുരുക്കന്മാരും ആയിരിക്കേണ്ട വൈദികര് മെത്രാൻ സിനഡിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരന്മാരെ, അൽമായ സത്യവിശ്വാസികളെ, നിങ്ങൾ അവരെ പിന്തുടരുക അരുത്. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിലുള്ളതാണ്. ഈ സന്ദേശമാണ് എൻ്റെ മനസ്സിൽ മുഴങ്ങിയത്, എൻ്റെ ചെവികളിൽ മുഴങ്ങിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുഴിമാടത്തിങ്കൽ ഞാനിങ്ങനെ കൈകൾ പിരിച്ച് ഈ രക്തപ്രതിജ്ഞയും അതുപോലെ വിമോചന പ്രഖ്യാപനവും നടത്തിയപ്പോൾ
ഇത്രയും വ്യക്തമായി എറണാകുളത്ത് അൽമായ സത്യവിശ്വാസികളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടും നിങ്ങൾ വിമത വൈദികരെ പിന്തുടരുന്നത് എന്തുകൊണ്ട്? ഇതാണ് ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നോട് ചോദിച്ചത്. ഞാൻ ആവർത്തിക്കുക, ഇതിനേക്കാൾ വ്യക്തമായിട്ട് ഒരു മാർപ്പാപ്പയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇത്രയും വ്യക്തമായി എറണാകുളത്ത് അൽമായ സത്യവിശ്വാസികളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടും, അതായത് വിമത വൈദികരെ പിന്തുടരുക അരുത് എന്ന് ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും നിങ്ങൾ വിമത വൈദികരെ പിന്തുടരുന്നത് എന്തുകൊണ്ട്? ഇതാണ് കുഴിമാടത്തിൽ നിന്നും കബറിടത്തിൽ നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ സകല സത്യവിശ്വാസികളോടും ചോദിക്കുന്നത്. സത്യവിശ്വാസികളെ, അൽമായരെ, ഇനിയെങ്കിലും ഉണരുക. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉണരുക. ഓരോ ഇടവകയിലും ഉണരുക. നിങ്ങളുടെ വിമത ഇടവക വികാരിമാരെ കെട്ടിക്കുക. അതുവരെ അടങ്ങിയിരിക്കരുത്. മാർപ്പാപ്പയെ അനുസരിക്കാത്ത മേജർ ആർച്ച് ബിഷപ്പും വേണ്ട, അദ്ദേഹത്തിന്റെ മെത്രാപ്പൊലിത്തയും വേണ്ട, മാർപ്പാപ്പയെ അനുസരിക്കാത്ത ഒരു വികാരിയും വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. ഇത് ശക്തമായി പറയണം, എന്നും പറയണം. മെത്രാന്മാരെ നട്ടലില്ലാത്തവരാണ്, വാഴപ്പിണ്ടികളാണ് എന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്നു. നമ്മൾ അങ്ങനെ ആയാൽ ശരിയാവുമോ? നമ്മൾ വാഴപ്പിണ്ടികളായാലോ, നമ്മൾ നട്ടലില്ലാത്തവരായാലോ? അപ്പൊ നമുക്ക് മെത്രാന്മാരെ കുറ്റപ്പെടുത്താൻ എന്താ അർഹതയാണുള്ളത്? നമ്മൾ ഉള്ളവരാണ്, നെഞ്ചുറപ്പുള്ളവരാണ്, നസ്രാണികളാണ് എന്ന് തെളിയിക്കാനുള്ള സമയമാണിത്. അതിന് ഇന്നലെ കളമശ്ശേരിയിൽ അതിനുള്ള തുടക്കമിട്ട് കഴിഞ്ഞു. അതിനു മുമ്പ് ഉദയംപേരൂർ സൂനദോസ് പള്ളിയിൽ ഗംഭീരമായ തുടക്കമിട്ട് കഴിഞ്ഞു. നമ്മുടെ മാതൃകളാണ് അതിനു മുമ്പിൽ. അതിനു മുമ്പ് പല ഇടവകളിലും ഏകീകൃത കുർബാന മാത്രം ചൊല്ലുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇതൊക്കെ മെത്രാന്മാര് കനിഞ്ഞു നൽകിയതൊന്നുമല്ല. അൽമായ വിശ്വാസികൾ സമരം ചെയ്ത് പോരാടി നേടിയത് തന്നെയാണ്. ഈ പോരാട്ട വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പോരാട്ട വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. കാരണം നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയുമൊക്കെയാണ് ഈ അനുസരണമില്ലാത്ത, മാർപ്പാപ്പയെ അനുസരിക്കാത്ത വിമത വൈദ്യരെ ചേർത്ത് പിടിച്ച് ശീഷ്മയിലേക്ക് പോകുന്നത്. നമ്മുടെ നേതാക്കന്മാരാണ് ശീഷ്മയിലേക്ക് പോകുന്നത്. പിന്നെ അവര് തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അവരെ കൂടി തിരുത്തേണ്ട ചുമതല കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുക. അതാണ് ഇപ്പൊ നമ്മൾ ഈ രക്തപ്രതിജ്ഞയും വിമോചന പ്രഖ്യാപനവുമായിട്ട് നമ്മൾ ഒരു പുതിയ സമരമുറ പുതു ഞായറാഴ്ച തുടങ്ങുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. അതിനാൽ സഭാ നേതൃത്വത്തിൽ നിന്ന്, മേജർ ആർച്ച് ബിഷപ്പിൽ നിന്നും അദ്ദേഹത്തിന്റെ വികാരിയിൽ നിന്നും നിങ്ങൾ നീതി പ്രതീക്ഷിക്കരുത്. അവര് വിമത വൈദികരെ, മാർപ്പാപ്പയെ അനുസരിക്കാത്ത വൈദികരെ പശ്ചാത്തപിക്കാതെ തന്നെ ചേർത്ത് പിടിച്ച് ശീഷ്മയിലാണ്. അവരിൽ നീതി കിട്ടുമോ? വിഭാഗീയത ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുമോ? അവര് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി തീരുമാനം എടുക്കുവോ? ഇല്ല. നമുക്കവർ വേണ്ട. ആ പ്രഖ്യാപനമാണ് നമ്മൾ നടത്തേണ്ടത്. അത് മെത്രാന്മാരുടെ സിനഡൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മുടെ ഇടവകയിൽ മാർപ്പാപ്പയെ അനുസരിക്കാത്ത മേജർ ആർച്ച് ബിഷപ്പ് വേണ്ട, മാർപ്പാപ്പയെ അനുസരിക്കാത്ത മെത്രാപ്പൊലീത്ത വികാരി വേണ്ട, മാർപ്പാപ്പയെ അനുസരിക്കാത്ത വികാരിയും വേണ്ട. ഞങ്ങൾക്ക് മാർപ്പാപ്പയെ അനുസരിക്കുന്ന വികാരി മതി. ഇത് കത്തോലിക്ക പള്ളിയാണ്. അത് പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ ഓരോരുത്തരും കാണിക്കണം. അതാണ് ഈ രക്തപ്രതിജ്ഞ, വിമോചന പ്രഖ്യാപനം എന്ന് പറയുന്നതിന്റെ അതിന്റെ രക്തചുരുക്കം. കത്തോലിക്ക സഭയിൽ തന്നെ ഏറ്റവും പൗരാണികമായ നമ്മുടെ കുർബാനയിൽ കർത്താവുണ്ടെന്ന് ഈ പറഞ്ഞ സഭാ നേതൃത്വം വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കർത്താവ് ഉണ്ടെന്ന് കരുതുന്നെങ്കിൽ ഈ കുർബാനയെ ഇത്രമാത്രം അവഹേളിച്ചവർക്കെതിരെ നടപടി എടുക്കുമായിരുന്നു. ഇതുവരെ നടപടി എടുത്തിട്ടില്ല. അതിനർത്ഥം കുർബാനയിൽ കർത്താവ് ഉണ്ടെന്ന് ഈ സഭാ നേതൃത്വം വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളിൽ മിക്കവരും കരുതുന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ വേദ വിപരീതത്തിൽ പോയവരും, അതായത് പാഷണ്ഡതയിൽ പോയവരും ശീഷ്മയിൽ വീണു പോയവരുമാണ്. അവരെ പിന്തുടരുക അരുത്. ഇത് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. അരുത്. ഈ വിമത വൈദികരെ, ശീഷ്മയിൽ പോയിരിക്കുന്ന സഭാ നേതൃത്വത്തെ പിന്തുടരുക അരുത്. അവരെ പുറത്താക്കണം. അവരെ പുറത്താക്കണം. ശീഷ്മയിലേക്ക് നമ്മുടെ സഭയെ നയിക്കുന്ന നേതൃത്വം നമുക്ക് വേണ്ട. മെത്രാൻ സിനഡ് തീരുമാനിച്ച കുർബാന നമുക്ക് മതി. ഇതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇതാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം. ഈ തീരുമാനവുമായിട്ട് നമ്മൾ ഓരോ ഇടവകയിലും മുന്നോട്ട് പോവുക. നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ മാതൃകകൾ ഓരോ പള്ളികളായിട്ട് വരുന്നുണ്ട്. ആ സമരമുറകളുമായിട്ട് മുന്നോട്ട് പോവുക. വിജയം നമ്മുടെ ഒപ്പമാണ്. കാരണം നമ്മൾ സത്യത്തിനോടൊപ്പമാണ്, കർത്താവിനോടൊപ്പമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.